ആരും പറയാത്ത കാര്യങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ആരും പറയാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത് ഈ കുട്ടികളെ സർക്കാർ തലത്തിൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള, അതായത് ഇന്നിപ്പോൾ ഓരോ ഫാമിലിയിൽ ഓരോ കുട്ടികൾ ഭാര്യയും ഭർത്താവും ചേർന്ന് കുട്ടികളെ ജനിപ്പിക്കുന്നതിന് പകരം സർക്കാർ അമ്മമാർക്ക് ശമ്പളം കൊടുത്തിട്ട് ഇപ്പോൾ വാടക ഗർഭപാത്രം എന്നൊക്കെ പറയുന്ന പോലെ, വാടക അമ്മമാരെന്നൊക്കെ പറയുന്ന പോലെ തന്നെ വേറൊരു സംവിധാനം. അതിൽ ഇത്ര അത്ഭുതപ്പെടാനൊന്നുമില്ല, അതൊക്കെ വരണം. ഗുണമേന്മ കൂടിയ ഒരു മനുഷ്യരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ഗുണമേന്മ കൂടിയ ഒരു മനുഷ്യരെ, അഴകും ആരോഗ്യം ബുദ്ധിശക്തി ആത്മവിശ്വാസമൊക്കെ ഉള്ള ഒരു തലമുറ ഇവിടെ വരണം. അതോടൊപ്പം തന്നെ നമ്മുടെ പോപ്പുലേഷൻ കുറക്കണം. അപ്പോൾ അതിന് അമ്മമാർക്ക് ശമ്പളം കൊടുത്തിട്ട് അമ്മമാരാണ് പ്രസവിക്കുന്നത്. അപ്പോൾ ഈ കുടുംബങ്ങളൊക്കെ അതോടെ അവസാനിക്കും. ഈ ഭാര്യ ഭർത്തൃ ബന്ധമൊന്നും പിന്നെ അതോടെ ഉണ്ടാവില്ല. ഭർത്താവ് ആണിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഓൺലി ആസ് എ സ്പേം ഡോണർ, മനസ്സിലായോ? കുട്ടികൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ സ്പേം വേണം. ഫാദർ ഫ്രം ദി സൈഡ് മെയിൽ പേഴ്സൺ, ഒരു ആണിൻ്റെ സഹായം ഉണ്ടെങ്കിൽ പെണ്ണിൻ്റെ ഒരു കുട്ടിയെ ജനിപ്പിക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലൊന്നും വിവാഹബന്ധവും ഭർത്താവും ഒന്നും പറഞ്ഞ് ഒന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഇങ്ങനെയുള്ള ഈ കുടുംബ ബന്ധങ്ങളും പഴയ ഭർത്താവ് ബന്ധമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ ഈ ദുഃഖങ്ങളിലോ മനുഷ്യരുടെ ദുഃഖങ്ങൾ, ഈ പ്രശ്നങ്ങളൊന്നും ഒരു കാലത്ത് അവസാനിക്കാത്തത്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ആരും ഇവിടെ നമ്മുടെ ഇവിടെ ആരും പറഞ്ഞനുസരിക്കില്ല. ഇവിടെ എല്ലാവരും കൂടി കുടുംബം ഉണ്ടാക്കാൻ നടക്കിയ ഇവിടുത്തെ മനുഷ്യർ. അപ്പോട്ടെ, അപ്പം ഈ കുടുംബം ഇല്ലാതായി കഴിഞ്ഞാൽ ഒത്തിരി ഗുണമുണ്ട്, ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങൾ വളരെ കുറവാണ്. ഗുണം ഈ ഫാമിലി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയുന്നത്. അപ്പം ഈ ഭാര്യ ഭർത്തം ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഭാര്യ ഭർത്താവ്, മനുഷ്യർ സ്ത്രീ പുരുഷന്മാർ ഭാര്യ ഭർത്താവ് എന്നുള്ള ബന്ധത്തിൽ ജീവിക്കുന്നില്ല. അപ്പം എന്ത് സംഭവിക്കും? ആണിന് പെണ്ണ് വേണം എന്തായാലും, അല്ലേ? ആണിനിപ്പോൾ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനൊന്നുമല്ല, അവർക്ക് ആണിന് ഒരു പെണ്ണില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇവിടെ ഏതൊരു പെണ്ണിനെ ഏതൊരു സുന്ദരിയ പെണ്ണിനെ കണ്ടാലും ഏതൊരാണും നോക്കും, അല്ലേ? നോക്കാത്ത ചില മണ്ടന്മാരും കാണും. അവർ ഈ അയ്യോ അത് ദൈവത്തിൻ്റെ കൽപ്പനകൾക്കെതിരാണ്, ആരാൻ്റെ ഭാര്യയെ നോക്കരുത്, 10 കൽപ്പനകളിലൊന്നാണ് ആരാൻ്റെ ഭാര്യയെ നോക്കരുതെന്ന്. പിന്നെ ആരാൻ്റെ ഭാര്യയിലാണ്ട് എൻ്റെ ഭാര്യയെ നോക്കണമെങ്കിൽ ഏതോ ചില ഇതിൽ കാണാം, പെണ്ണ് പറഞ്ഞേക്കാം, നിങ്ങളെന്തിനൊക്കെ ആ വഴിയെ പോണ പെണ്ണുങ്ങളെയൊക്കെ നോക്കണേ, നിങ്ങൾക്ക് എന്നെ നോക്കാൻ പാടില്ലേ? ഞാനിത്ര സുന്ദരിയാണ്. ചില ഇതിലൊക്കെ കാണാം. അത് ഈ പെണ്ണിന് ബോധമില്ലാത്തതുകൊണ്ടല്ലേ. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിന് പിന്നെ വേറെ ഒരു കല്യാണം കഴിഞ്ഞാൽ, ഒരു ആണിനെ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞാൽ സ്ത്രീക്ക് പിന്നെ വേറെ ആരും വേണ്ട, വേറെ ആരോടും നോക്കാൻ താല്പര്യമില്ല, അല്ലേ? അവരതിൻ്റെ ഭർത്താവും കുട്ടികളും മതി. ഭർത്താവിന് വലിയ അത്യാവശ്യമൊന്നുമില്ല. കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ അടുത്തും പോയാലും കുഴപ്പമില്ല, കുട്ടിയെ വളർത്തിയാൽ ജീവിച്ചോളും. ഈ മനുഷ്യരുടെ ഇടയിലല്ലേ കുട്ടികളെ വളർത്താൻ വേണ്ടി ഭർത്താവ് കൂടെ നിൽക്കുന്നത്. മൃഗങ്ങളിൽ എങ്ങനെയുണ്ടോ? മൃഗങ്ങളിൽ ഭർത്താവ് കൂടെ നിൽക്കണം. മൃഗങ്ങളുടെ എന്ന് കഴിഞ്ഞാൽ കുട്ടിയെ ഗർഭം ധരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ആണിനെ ആശ്രയിക്കുന്നത്. പെൺമൃഗം ആൺമൃഗത്തെ ആശ്രയിക്കുന്നത് കുട്ടികൾ ഉൽപ്പാദിപ്പിക്കാൻ, ഗർഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ഗർഭം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വന്നു കഴിഞ്ഞാൽ ഓടിച്ച് ചാടിക്കും, പിന്നെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആണിനെ ഓടിക്കും. അതാണ് മൃഗങ്ങളുടെ സംഭവം. മനുഷ്യർ പക്ഷേ വ്യത്യാസമുണ്ട്. അപ്പോൾ പക്ഷെ ഈ ആണിന് ജീവിതകാലം മുഴുവൻ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവൻ്റെ ഈ ഉള്ളിൽ പ്രണയമാണ്. ഏതൊരു പെണ്ണെ കണ്ടാലും അപ്പം തന്നെ ഒന്നുമില്ല സംസാരിക്കും, വേറെ കുഴപ്പമൊന്നുമില്ല, വർത്തമാനം പറഞ്ഞ് സംസാരിക്കുക എന്നുള്ളതൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നിർത്തിയുണ്ട വല്ലവൻ്റെ ഭാര്യനോട് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ നടക്കുമോ? അത് നടക്കില്ല. ഇപ്പോൾ ഒരു ഭാര്യ എന്ന് പറഞ്ഞ ഒരാളുടെ സ്വകാര്യ സ്വത്താ, അല്ലേ? ഭാര്യനോട് വേറെ ആൾ സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ പെണ്ണിനും ഇഷ്ടപ്പെടില്ല. അയാളാ വൃത്തിയായിട്ടോ എന്നോട് സംസാരിക്കാൻ വന്നേക്കണം, അല്ലേ? അപ്പം നമ്മുടെ ഇവിടുത്തെ കാഴ്ചപ്പാടാതാ. അപ്പം ഈ വിവാഹങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണമുണ്ട്, മനസ്സിലായോ?
പുരുഷന്മാരുടെ ഉള്ളിൽ ഒരിക്കലും തീരാത്ത ഒരു 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 ആഗ്രഹമായിട്ട് നിൽക്കുകയാണ് ഈ പ്രണയം. അവന് ഒരു പെണ്ണിനെ മാത്രമേ ഉള്ളൂ പ്രേമിക്കാനും സ്നേഹിക്കാനും ഒക്കെ പറ്റുള്ളൂ. വേറെ ഒരു പെണ്ണിനെ അടുക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു താരം കല്യാണം കഴിച്ചവൻ്റെ ജീവിതകാലം മുഴുവൻ അതിനെ കൊണ്ട് നടക്കണം അല്ലേ? അപ്പം അത് മാറും. അപ്പം പിന്നെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു സുന്ദരി പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ കൂടെ ആയിരിക്കും ജീവിക്കണം ഒരാൾ. അതിൻ്റെ കൂടെ ജീവിച്ച് ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ മതി. ഇനി നമ്മൾ കൂടുതൽ നാൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് പിണങ്ങും. അപ്പോൾ നമുക്ക് പിരിയാം, ഇനി അടുത്ത ആളുടെ എടുക്കാം. അല്ല, വാസം പറഞ്ഞാൽ ഇവിടുത്തെ മനുഷ്യർക്ക് ഇവിടെ സ്വതന്ത്രമായിട്ട് ഇവിടുത്തെ പുരുഷന്മാരൊക്കെ വിട്ടു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ചെറിയൊരു കാലങ്ങളിൽ ഒരാഴ്ച 2 ആഴ്ച 1 മാസമോ കേട്ട് ഒന്നിച്ച് അവർ ജീവിക്കും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള ഭാര്യ ഭർത്താക്കന്മാരിൽ ഇടയിലുള്ള ഇന്നത്തെ കൊലപാതകമെല്ലാം അവസാനിക്കും അല്ലേ? ഇന്നിപ്പോൾ എന്തുകൊണ്ടാ ഇന്നിപ്പോൾ ഭാര്യയും ഭർത്താവിൻ്റെ അടുക്കും കൊലപാതകം നടക്കാനുള്ള കാരണം എന്താ? ഇവർക്ക് എന്തെങ്കിലും പറഞ്ഞ് ഇവർക്ക് വഴക്കിട്ട് അവർക്ക് പിരിഞ്ഞു പോകാൻ പറ്റുന്നില്ല. ഇവരെ പിരിഞ്ഞു പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവര് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. പിരിഞ്ഞു പോകാൻ പറ്റാണ്ട് വരുമ്പോൾ അടിയും ബഹളവും ഒക്കെ ചിലപ്പോൾ കൊലപാതകമായി. പിരിഞ്ഞു പോകാമെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ല. അപ്പം ഈ ഇങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞല്ലേ, ഈ ഗുണങ്ങൾ വന്നു കഴിഞ്ഞാൽ അടിയും ബഹളവും ഭാര്യ ഭർത്താക്കന്മാരുടെ കൊലപാതകമൊക്കെ അവസാനിക്കും. പിന്നെ മനുഷ്യർക്കെല്ലാം ഏതൊരു സുന്ദരിയും അവർക്ക് സ്വന്തമായിട്ട് അവരുടെ കൂടെ ജീവിക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റേ ലൈംഗികമായിട്ടുള്ള കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. ലൈംഗിക സുഖത്തിൻ്റെ കാര്യം ഞാനല്ല ഇവിടെ പറയുന്നത്. ഈ പ്രണയം എന്ന് പറഞ്ഞ സംഗതിയുണ്ട് മനുഷ്യന്. അതിന് ലൈംഗികമൊന്നും ഉള്ളത് ഒരു പെണ്ണിനോട് സംസാരിക്കാൻ അതിൻ്റെ കൂടെ അത് ഏതൊരു മനുഷ്യനും ആഗ്രഹമുണ്ട്. ഒരു സുന്ദരി വരുമ്പോൾ അത് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഇന്നിപ്പോൾ നടക്കുന്നില്ല. അതെല്ലാം ഈ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതാണ് ജീവിതം മുഴുവൻ പ്രണയം എന്ന് പറഞ്ഞ് ഞാൻ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ജീവിതം മുഴുവൻ പ്രണയമാണ്, മനസ്സിലായി? അപ്പോൾ എന്താ സംഭവിക്കണം? അപ്പോൾ കുറേ ആൾ കഴിയുമ്പോൾ നമ്മളിവിടുത്തെ അതിന് പ്രത്യേക ആപ്പൊക്കെ വരും. അപ്പോൾ ഇപ്പം തന്നെ പല ആപ്പുകളില്ലേ. ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പ് ഉണ്ട്. ഡേറ്റിംഗ് ആപ്പ് അതൊക്കെ പല സെക്സിന് വേണ്ടിയൊക്കെയാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഡേറ്റിംഗ് എന്ന് പറഞ്ഞേ ഡേറ്റിംഗ് ആപ്പ് ഉണ്ട്. അത് പക്ഷേ പ്രണയത്തിനൊന്നുമല്ല. അവർ കൂടിയിട്ട് എന്തെങ്കിലും അത് പോയിട്ട് പിന്നെന്താണ് ഈ കൂടെ എവിടെയെങ്കിലുമൊക്കെ ടൂറിലൊക്കെ പോകും, കൂടെ പോകുന്നതിൻ്റെ ഒരു എന്താണ് എക്സോ വാക്കുണ്ട്, അങ്ങനത്തെ ഒരു ആപ്പുണ്ട്. അപ്പം ഇതിനൊക്കെ അതായത് എവിടെയെങ്കിലും അതിൻ്റെ ഒരു പേരുണ്ട്, ഞാൻ മറന്നുപോയി. അത് നമുക്കിപ്പോൾ എവിടെയെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ദൂരേക്ക് പോയി ഒരാഴ്ച സിംഗപ്പൂർ പോയി. അപ്പോൾ ഈ ആപ്പിൽ നമുക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നമുക്ക് എടുക്കാം. ഈ കോൾകളൊക്കെ പോലെ തന്നെ കോൾകളെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പണി നടത്തി പോകണതാണ്. അതല്ല, കോൾകളിൽ ഏതാനും മണിക്കൂറത്തെ 1-2 മണിക്കൂർ കഴിഞ്ഞ് പണി കാശും മേടിച്ച് അത് പോകും. മറ്റേത് വേറൊരു പേരുണ്ട്, ഞാൻ പേര് മറന്നുപോയി. അപ്പോൾ അതിൽ ആൾ വരും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിളിക്കാം. ഒരാഴ്ച 2 ആഴ്ച കൂടെ നമ്മുടെ കൂടെ വന്ന് കഴിയുമ്പോൾ കാശ് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ അപ്പോൾ അതുപോലെ പുതിയ ആപ്പുകൾ വരും. അതായത് അതിന് നമ്മളിവിടെ പേര് മാരേജ് ആയിക്കോട്ടെ. ഈ മാരേജിന് കുറച്ച് ഒരു പവിത്രതയൊക്കെ ഉണ്ട്. അതിനകത്ത് വെറുതെ ലൈംഗികം മാത്രമല്ല. മാരേജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു പ്രണയം, സ്നേഹം ഒക്കെ ഉണ്ട്. ആയിക്കോട്ടെ, അത് ഒരു മാസം കഴിയുമ്പോൾ മതി. ഇനി നമ്മൾ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെമ്മലിൽ വഴക്കിടും. അവിടെ നീ പൊക്കോ, ഞാൻ വേറെ ആളെ വിളിക്കാം. അപ്പോൾ അങ്ങനത്തെ ആപ്പുകൾ വരും നമ്മുടെ ഇൻ്റർനെറ്റിലൊക്കെ. അപ്പോൾ ഈ സൗന്ദര്യമുള്ള സ്ത്രീകൾക്ക് അതുകൊണ്ട് വരുമാനം ഉണ്ടാക്കും. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സൗന്ദര്യമുള്ള സ്ത്രീകൾ എങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നത്? അവരുടെ ശരീരം വിറ്റാണ് സൗന്ദര്യം ഉണ്ടാക്കുന്നത്. ശരീരം വിറ്റാണ് പണം ഉണ്ടാക്കുന്നത്, അല്ലേ? ശരീരം വിറ്റുള്ള പണം ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ശരീരം വിൽക്കാണ്ട് വേറെ തരത്തിൽ പണം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമാ നടികൾ അവർ സൗന്ദര്യം വിൽക്കല്ലേ? സൗന്ദര്യം വിറ്റിട്ടല്ലേ അവർ കാശുണ്ടാക്കണേ? അല്ല, എല്ലാ ആളുകളൊക്കെ ഇപ്പോൾ മോഡലിങ് അവരുടെ സൗന്ദര്യം വിറ്റിട്ടല്ലേ കാശുണ്ടാക്കണേ? അപ്പം അതിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല. ഈ
നമ്മുടെ സെക്സ് ശരീരം വിട്ടുള്ള കാര്യത്തിന് മാത്രമേ ഉള്ളൂ നമ്മൾ കുറ്റം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ത്രീകളുടെ സൗന്ദര്യം അവർക്ക് ഈ തരത്തിൽ ഒരാളുടെ കൂടെ ഒരു മാസം ജീവിക്കണതിന് ഇത്ര രൂപ. അപ്പോൾ ആ സൗന്ദര്യ സ്ത്രീകൾക്ക് അവർക്കൊരു വരുമാന മാർഗ്ഗമായി, വേറെ ജോലിക്കൊന്നും പോകണ്ട. ഒരാളുടെ കൂടെ ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളും കിട്ടും, പോരുമ്പോൾ ഇത്ര രൂപയും കിട്ടും. അപ്പോൾ അല്ല, അങ്ങനെയുള്ള അതാണ് ജീവിതം മുഴുവൻ പ്രണയം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനീ പറയുന്നതൊക്കെ നമ്മളിപ്പം നിങ്ങൾ തമാശയായിട്ട് എടുക്കുമെങ്കിലും ഇതൊക്കെ നടക്കേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായോ? നമ്മുടെ ഈ പഴഞ്ചൻ കാലഹരണപ്പെട്ട കുറേ മതങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കുറേ നിയമങ്ങളും ഇതൊക്കെ മനുഷ്യർക്ക് ദോഷമല്ലാണ്ട് മനുഷ്യന് ഒരു ഉപകാരം ചെയ്യുന്നില്ല, അല്ലേ? ഈ മതങ്ങൾ മനുഷ്യരുടെ ഒരു ദുഃഖവും ഒരു സന്തോഷത്തിനും മതങ്ങൾക്ക് താല്പര്യമില്ല. മനുഷ്യരെ കഷ്ടപ്പെടുത്തുക എന്നുള്ള മാത്രമാണ് ഈ മതങ്ങളുടെ ലക്ഷ്യം. മനുഷ്യർ കഴുതകൾ വിവരമില്ലാത്തവന്മാരിങ്ങനെ നടക്കും, അയ്യോ ദൈവം ദൈവം എന്നും പറഞ്ഞു, അതല്ലേ? അപ്പോൾ ജീവിതം മുഴുവൻ പ്രണയം. അപ്പോൾ ഈ ജീവിതം ഈ സുന്ദരിയായ ഒരു പെണ്ണാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ഈ ഇതിനകത്ത് നിന്ന് പൈസ ഉണ്ടാക്കാം, മനസ്സിലായോ? ഇപ്പൊ സിനിമാടിമാരെന്താ ചെയ്യണേ? അത് തന്നെ അവര് മോഡലിങ്, ഇപ്പൊ ഒരു മോഡലിങ് എന്താ ചെയ്യണേ? അത് കാശുണ്ടാക്കണമെങ്കിൽ അതുപോലെ തന്നെ ഒരാളുടെ കൂടെ ജീവിച്ചാൽ മതി, മനസ്സിലായോ? അതിലെന്തോ കുഴപ്പമെന്താ? അവര് കുറച്ചാൾ ജീവിക്കട്ടെ, 1 മാസമോ അല്ലെ 2 മാസമോ അല്ലെ വേണം 1 വർഷം ജീവിച്ചോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള കാലം ജീവിച്ചോട്ടെ. ഇപ്പം എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ പോകാൻ നേരത്താണ് ഇപ്പോൾ ഒരാൾ, ഞാൻ അമേരിക്കയ്ക്ക് ഒരു വിസിറ്റ് ഉണ്ട്, 1 മാസത്തേക്കുള്ള. അപ്പോൾ ആരെങ്കിലും ആപ്പിൽ നിന്ന് ഒരു വിളയെടുത്ത് പറ്റിയ ആളെ വേണമല്ല, സംസാരിക്കാനൊക്കെ പറ്റിയ ആൾക്കാർ വേണം. അപ്പോൾ 1 മാസം കഴിഞ്ഞ് ശരി. അപ്പോൾ ആ പെണ്ണ് സന്തോഷം, അമേരിക്കയിലൊക്കെ പോയി 1 മാസമൊക്കെ കണ്ട് കാഴ്ചയൊക്കെ കണ്ട് ഒറ്റ പൈസ മുടക്കില്ല, തിരിച്ചു വരുമ്പോൾ കുറച്ച് പൈസ കിട്ടും. അല്ല ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്, പലതരത്തിൽ രഹസ്യമായിട്ടൊക്കെ ഇതൊരു നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാനിത് പറയാവുന്ന പോലെ ഇതൊന്നും ഞാൻ പറയുന്ന പോലെ അതാണ് ആരും നടക്കാത്ത കാര്യങ്ങൾ പറയാൻ കാര്യം. ഇതൊന്നും പെട്ടെന്നൊന്നും നടക്കില്ല, ആരും അംഗീകരിക്കില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒത്തിരി പുറകില്ല. മാറ്റങ്ങൾ, സാമൂഹ്യ മാറ്റങ്ങൾ, നമ്മുടെ സാമൂഹ്യ മാറ്റങ്ങൾ ഒത്തിരി പുറകില്ല. മാറ്റങ്ങൾ വരുന്നുണ്ട്, ഒച്ചഴയുന്ന പോലെ. ഒച്ച് മൂവിയുണ്ട്. നമ്മൾ രാത്രി ചിലപ്പോൾ നിങ്ങളുടെ എവിടെയും ഭിത്തിയിൽ ഒരു ഒച്ച് ഇരിക്കണം, നേരം വെളുത്ത് നോക്കുമ്പോൾ ഒച്ചര് കാണില്ല, ഒച്ച് പോയിട്ടുണ്ട്. അത് പതുക്കെ അവിടെ നിന്നാ 1 മണിക്കൂർ നിന്നാലും ആ പടി ഇത്രയും നീങ്ങുള്ളൂ. അപ്പം സാമൂഹിക മാറ്റങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, പക്ഷേ വളരെ സ്ലോയിലാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിത് മാറ്റങ്ങൾ, പക്ഷേ ഇതിനൊക്കെ ഈ സാമൂഹ്യ മാറ്റങ്ങൾക്ക് എല്ലാത്തിനും തടസ്സമായിട്ട് നിൽക്കുന്നത് ഇവിടുത്തെ മതങ്ങളാണ്. ഈ മതങ്ങൾക്ക് ഭയങ്കര ശക്തമായിട്ടാണ് മനുഷ്യരെ സ്വാധീനിച്ചിരിക്കുന്നത്. മനുഷ്യരെ അതിശക്തമായിട്ടാണ് മതങ്ങൾ സ്വാധീനിച്ചിരിക്കുന്നത്. വെറുതെ സ്വാധീനം മാത്രമല്ല, മതങ്ങൾ മനുഷ്യരുടെ കയ്യും കാലും ഒക്കെ കൂച്ചി കെട്ടിയിട്ടിരിക്കുകയാണ്. മനുഷ്യർ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ആയിപ്പോയി. ഇതിനൊക്കെ മാറ്റം വരണം. മാറ്റം വരുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ആളുകളൊക്കെ എത്ര തുറന്നാണ് സംസാരിക്കുന്നത്, മതങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്നതൊക്കെ വളരെ ഇന്നിപ്പോൾ തുറന്നാണ്. അത് മാറ്റം വരും, പക്ഷെ ഒരുപാട് താമസം വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെയുള്ളൊരു മാറ്റങ്ങൾ വരണം, അത്രേ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഇവിടെ ദുഃഖങ്ങളില്ലാത്തൊരു ലോകം സൃഷ്ടിക്കണമെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ള മനുഷ്യരുണ്ടായാലേ ദുഃഖങ്ങളില്ലാത്ത ലോകം സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. ഈ കുടുംബങ്ങൾ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ദുഃഖങ്ങളില്ലാത്ത ലോകം ഒരിക്കലും സാധ്യമല്ല. ആർക്കും, ഏതൊരു മനുഷ്യർക്കും ദുഃഖങ്ങൾ. ഒരു കുട്ടി, അയാൾ 2 മക്കൾ, ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന അയാൾക്ക് വേദന, അയാൾക്ക് വിഷമമാണ്, വെപ്രാളമാണ്. അത് വല്ല അപകടത്തിൽ വിടുമോ അല്ലേ ഇങ്ങനെയുള്ള. അപ്പോൾ അതൊക്കെ മാറ്റുക. മക്കൾ ഉൽപ്പാദനമൊക്കെ സർക്കാർ ചെയ്യട്ടെ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഈ ഫാമിലി കുടുംബബന്ധത്തിൻ്റെ ഗുണദോഷം ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.